ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാനെല്ലാം ഒരുങ്ങി എങ്ങോട്ടേക്കാണെന്നല്ലേ പറയാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ പുറകുവശമാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പുറകുവശത്തൂടെയാണ് പോകുന്നത്. കാരണം മെയിൻ എൻട്രൻസിൽ കുറച്ച് പണി നടക്കുന്നതുകൊണ്ട് അവിടെ ക്ലോസ് ആണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ അലക്ക് കല്ല് ഏരിയ. അപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതുല്യയും സൂസും നിത്യയും പിന്നെ നയനയും രതിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വൈകുന്നേരം ഒന്ന് നടക്കാൻ ഇറങ്ങുന്നതാണ് കേട്ടോ. അപ്പം എവിടെയാണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു മനയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇത് ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള ഒരു ഹോസ്റ്റലാണ്. പ്രൊഫഷണൽ കോളേജായിട്ടുള്ള ഓറിയൻ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ കോളേജിൻ്റെ ബോയ്സ് ഹോസ്റ്റലാണ് അത്. അപ്പോൾ ഞങ്ങൾ സ്പീക്കറൊക്കെ എടുത്തിട്ട് പാട്ടൊക്കെ വെച്ച് ചില്ലായി പോകാമെന്ന് വിചാരിച്ചിട്ട് ആണ് നല്ല നല്ല പാട്ടൊക്കെ വെച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഫുള്ള് കാപ്പി കൃഷിയും വാഴക്കൃഷിയൊക്കെയാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, ഹോസ്റ്റലിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയാണ് ഗൈസ്, പാട്ടൊക്കെ കേട്ടുകൊണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് രണ്ടാട്ടും കുട്ടികൾ കേട്ടോ, അത് നമ്മുടെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് ഫുൾ ആട്ടിനെയൊക്കെ മേയാൻ വിട്ടിയൊക്കെയാണ് ഇവിടെ. അപ്പോൾ അത് ഞങ്ങളുടെ പുറകെ തന്നെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇവിടെ റോഡ് അവസാനിക്കുന്നിടത്തു നിന്നും ഇങ്ങനെ വാഴ കൃഷി തുടങ്ങുകയാണ്. വാഴക്കാടുകൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് കണ്ടോ, ഞങ്ങളുടെ വഴി തന്നെ വരികയാണ് ഇത് രണ്ടും. അങ്ങനെ വാഴ കൃഷിയാണ് രണ്ട് ഭാഗത്തും. പിന്നെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെയാണ് കോളനികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുന്നേ ഒരു കോളനി ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നാലാണ് കൂടുതലും കോളനികൾ ഉണ്ടാവുക. അങ്ങനെ അങ്ങനെ കുറേ വീടുകൾ, ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. നമുക്ക് പോകേണ്ട വഴി ഇതാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടാണ്. അങ്ങനെ വേണം നമുക്ക് ആ ഒരു വഴിയേ വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ അങ്ങോട്ട് കുറേ ഇങ്ങനെ കോളനിയാണ്. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്നത് പടപുരം കോളനി എന്നാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ കാപ്പിത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ പോകണം. അപ്പോൾ ഇങ്ങോട്ടാണ്, ഇവിടെ നിറച്ചും ട്രൈബ്സ് ഏരിയയാണ്, ഇങ്ങനെ ട്രൈബ്സ് ഏരിയയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ പോയിട്ട് വേണം നമുക്ക് മനയിലെത്താൻ. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഗ്യാങ് മുന്നിലുണ്ട്. അപ്പോൾ ഞാനും നിത്യയാണ് ബാക്കിലുള്ളത്. ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ചില്ലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഹോസ്റ്റലിൻ്റെ അവിടെ നിന്ന് ഏകദേശം കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആയിരിക്കും പാട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നടക്കാമെന്നുള്ള രീതിക്കാണ്. പിന്നെ മന സൂപ്പർ മനയാണ്, ഒരു പ്രാവശ്യം ഞാൻ പോയതാണ്. അപ്പം അങ്ങോട്ടേക്ക് മന എത്തിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടുത്തെ ഇതെന്ന് വെച്ചാൽ നമ്മൾ പകുതി വരെ റോഡുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നമ്മളിങ്ങനെ രണ്ട് ഭാഗത്തും ഇങ്ങനെ വാഴക്കൃഷിയും ഒക്കെയാണ്. പിന്നെ ഒരു ഭാഗത്ത് നമ്മളൊരു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ ഫുള്ളിങ്ങനെ കാപ്പിത്തോട്ടാണ്. അപ്പോൾ ഇപ്പുറത്തെ ഒരു കാപ്പിത്തോട്ടം വെച്ചിട്ട് ഇങ്ങനെ കാട് മാതിരി ഉണ്ട്, ഇപ്പുറത്ത് വാഴക്കൃഷി വെച്ചിട്ട് അതും ഒരു കാട് മാതിരി ഉണ്ട്. ഓക്കെ, വഴി കാണിച്ചു തരാം. വഴി വരുന്നത് ഇവിടെ ഇങ്ങനെ കുറേ പാറകളുണ്ട്. അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, നമ്മുടെ ഷൂസ് ഇവിടെ തപ്പി പിടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ചെറിയ പേടിയുണ്ട്. എന്താ വെച്ചാൽ അയ്യോ കാണുന്നില്ലേ നിത്യ ഇതാ. അപ്പം ഇതിലൂടെ പോകാൻ ജസ്റ്റ് ചെറിയൊരു ഭയമുണ്ട്. വേറെ ഒന്നും അല്ല, ഇവിടെ അടുത്ത് അങ്ങോട്ട് പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടേനു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭയം. കുഴപ്പമില്ല, നമുക്കിവിടെ എല്ലാം ഒന്ന് എൻജോയ് ചെയ്ത് നടക്കാമല്ലോ അല്ലേ. അപ്പം പിന്നെ മാത്രമല്ല, ഇവിടുന്ന് ഇതിലൂടെയൊക്കെ ആൾക്കാർ പോകുന്നതാണ്. പിന്നെ ഇങ്ങോട്ടേക്ക് അധികം അങ്ങനെ ആൾക്കാർ വന്ന് കയറലില്ല. കാരണം വെച്ചാൽ ഇവിടെ ഒരു ട്രൈബൽ കോളനി ഏരിയ ആണ്. അപ്പം അധികം ആൾക്കാർ നമ്മളിങ്ങനെ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആ മന കാണാൻ പോകുന്നല്ലാണ്ട് പുറത്തുനിന്ന് അങ്ങനെ ആരും അങ്ങനെ വന്ന് കയറൊന്നും ഇല്ല. അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ ഇതാണ് മന. ഇങ്ങനെയും മനയിലേക്ക് റൂട്ട് പോവാം. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ അതും കയറിയിട്ട് നമുക്ക് മനയിലേക്ക് പോവാം. നമുക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ, ഒരു നല്ലൊരു വൈബ്. ഫുൾ കുരങ്ങന്മാരാണ് ഗൈസ്. അങ്ങോട്ട് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഫുൾ കുരങ്ങന്മാരാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ അങ്ങോട്ടും അങ്ങനെ വഴിയാണ്. അങ്ങോട്ടൊന്നും നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി പോവാണ്. സ്റ്റെപ്പ് കയറിയിട്ട് മന കാണിച്ചു തരാം. ശ്രദ്ധിച്ച് നടക്കുന്നിട്ട് വീണു ഗൈസ്, വീഴാൻ പോയി ഞാൻ. മന കാണിച്ചു തരാം കേട്ടാ. ഇതാണ് നമ്മൾ മനയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മൾ കയറി വന്ന വഴി. എന്തൊക്കെയോ താഴെ ഇടുന്നുണ്ട്, തേങ്ങയാണെന്ന് തോന്നുന്നു.
കുരങ്ങന്മാർ നിറഞ്ഞിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഹോസ്റ്റലിലും രാവിലെ ആയി തുടങ്ങും, ഹോസ്റ്റലിലും വന്നുകൊണ്ട് വെക്കും കുരങ്ങന്മാർ. പക്ഷെ അവരെ കൊണ്ട് ശല്യമൊന്നുമില്ല കേട്ടോ ഗൈസ്, വേറെ ശല്യമൊന്നുമില്ല പ്രത്യേകിച്ച്. ഇങ്ങനെ കാണാൻ നല്ല കുട്ടിക്കുരങ്ങന്മാരെയൊക്കെ കാണാൻ. ഓ, അതിൽ ഫസ്റ്റിൻ്റെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മന, മൊത്തത്തിൽ കാണിച്ചു തരാം. ഇതാണ് മന. ഇവിടെ ഇങ്ങനെ ബബ്ലൂസ് മരങ്ങളൊക്കെ ഉണ്ട്. മുന്നിൽ തകൃതിയായ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പുറകുവശം ഇങ്ങനെയാണ് വരുന്നത്. നമ്മളെ കൂടെയുള്ള 3 എണ്ണം അതവിടെ ആടിപ്പാടി നടക്കും. ഇങ്ങോട്ടിങ്ങനെ കാടാണ്, എല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താണെന്ന് അറിയില്ല, ചെന്ന് നോക്കാം. ഇതെവിടെയാണ് ഇവർ കാട്ടിലേക്ക് കയറി പോകുന്നത്? ഹേ ഗായ്സ്, എങ്ങോട്ടാ? എന്തോ കാണാനുണ്ടെന്ന് പോലും ഗൈസ്, ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം എന്താണ് കാണുന്നതെന്ന്. ഇവരെങ്ങോട്ടൊക്കെയോ ഓടിച്ചാടി നടക്കുന്നുണ്ട്. ഇതെങ്ങോട്ടാണ് ഗായ്സ്? ഹേ ഗായ്സ്, ഇവിടെ എന്താ ഉണ്ട്? ഓ, ആദ്യമായി ചക്കപ്പഴം കാണുന്ന ആളാണ് ഈ നടന്നു വരുന്നത് ഗൈസ്. നിങ്ങളൊന്ന് കണ്ടോളൂ, റെയർ പീസാണ്. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല, അങ്ങോട്ട് കാടാണ്. ഫുള്ളിങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് ഫുള്ളും ഇങ്ങനെ ചെതൽ പിടിച്ചിരിക്കുക മരങ്ങൾ. പണ്ടത്തെ ആട്ടമ്മി, അമ്മിക്കല്ല് എല്ലാം ഉണ്ട്. ബാത്റൂം ഇവിടെ എന്തൊക്കെയാണെന്ന് അറിയില്ല, എന്തെല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ജനലൊക്കെ ഇതാ തുറന്നിട്ടിക്ക്. ഇവിടെയൊക്കെ എന്തോണ്, അങ്ങോട്ടേ എന്തോ കുളം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ വന്ന വഴിക്കാണ് കുളമൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് സാധനങ്ങൾ. ആട്ടുകല്ല് ഇതാ ഇവിടെ വേറെ എന്തൊക്കെയോ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിത് എവിടെയോ എത്തിപ്പോയി ഗൈസ്, ഇവിടെയൊന്നും തിരിയുന്നില്ല. ഇങ്ങനെ ഫോട്ടോഷൂട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഫുള്ള് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോവാ, കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് ബാക്കി നമ്മൾ കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഈവനിങ് ഇവിടെ ഇങ്ങനെ മഞ്ഞിറങ്ങും, അതൊക്കെ കണ്ടിട്ട് പിന്നെ ഹോസ്റ്റലിലേക്ക് കയറാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് ഇങ്ങനെ 2 പേര് ആസ്വദിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ വന്ന വഴിയല്ല പോകുന്നത്. ഞാൻ ഫസ്റ്റിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മനയിലേക്ക് 2 വഴിയുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഇത് 2ാമത്തെ വഴിയാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിലൂടെയാണ് പോകുന്നത്. ഇതെന്തോ ദൈവത്തിൻ്റെ തറയാന്നാണ് പറയുന്നത് കേട്ടെ. പിന്നെ ഗൈസ് പറയുന്നത് കേട്ടതാണ്, ഇവിടെ എന്തോ ചിലമ്പോ ദേവിയുടെ ചിലമ്പൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് നമുക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു തറയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടുന്ന് പോവാണ്. അപ്പോൾ എല്ലാവരും, ഇത് വേറെ വഴിയാണ്. ഇവിടുന്ന് നമ്മൾ തിരിച്ച് കോളേജിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് കുറേ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലേക്ക് കയറാനാണ് വിചാരിക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. അന്നേരത്തെ പക്ഷികളും അവരുടെ കൂടുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.